ഡിജിറ്റൽ ലോകത്ത് പല കൺവീനിയൻസ് ഉണ്ടെങ്കിലും അവിടുത്തെ ഏറ്റവും വലിയ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കള്ളന്മാർക്ക് സ്വൈര്യമായിട്ട് വിവരിക്കാൻ പറ്റുന്ന ഒരു മേഖലയായിട്ട് ഇപ്പോൾ ഇത് മാറിയേക്കുക. ഇപ്പോൾ ഒരാൾ വന്ന് പെട്ടെന്ന് പറയുകയാണ്, നിങ്ങൾ ഈ സ്റ്റോക്ക് മേടിച്ചു, ഇത് 100% അടുത്ത ഒരു വർഷം കൊണ്ട് ഗ്രോ ചെയ്യും. എന്നാൽ പിന്നെ എല്ലാവരും അത് ചെയ്താൽ പോരെ, വേറെ ഒരു പരിപാടിയും ചെയ്യണ്ടല്ലോ. അങ്ങനെ നമുക്കൊരു സാധനമില്ല. അതിലൊരു പബ്ലിക് ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല. ചില സ്റ്റോക്കുകളൊക്കെ പെട്ടെന്ന് ഡബിൾ ആകുന്നൊക്കെ ഉണ്ടാകും. പക്ഷേ അതിനെ മാത്രം സിംഗിൾ ഔട്ട് ചെയ്തിട്ട് ഇനി ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അങ്ങനെ ആകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഈസി വേ ഒന്നുമില്ല. സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ഡിസിപ്ലിനുള്ള ലോങ് ടൈം അപ്രോച്ച് എടുക്കുന്ന ഇൻവെസ്റ്റേഴ്സിനാണ് എപ്പോഴും പ്രയോജനം കിട്ടുന്നത്. കിട്ടുമ്പോൾ അവർക്ക് 14-15% റിട്ടേൺ ഒക്കെയാണ് ആവറേജ് കഴിഞ്ഞ് 20-25 വർഷങ്ങളിൽ കിട്ടിയേക്കുന്നത്. അത് ഈ 50% 100% റിട്ടേൺ കിട്ടുമെന്ന് പറയാൻ ഒരു ന്യൂസ് കാണാൻ നോക്കിയിരിക്കുക ആളുകൾ. ഉടനെ തന്നെ അവൻ്റെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴി ബന്ധപ്പെട്ടു. അപ്പോൾ അയാൾ എന്തെങ്കിലും ഒരു മൊബൈൽ ആപ്പിൻ്റെ കാര്യം എന്തെങ്കിലും പറഞ്ഞു, കയ്യിലിരിക്കുന്ന കാശും വേണേൽ കടം മേടിച്ച കാശും എല്ലാം കൂടെ ഇട്ടു. പിന്നെ മൊബൈൽ ആപ്പും ഇല്ല, ആളുമില്ല. ഞാൻ ഇത്തരം ന്യൂസുകൾ കണ്ടാൽ ട്രസ്റ്റഡ് ആയിട്ടുള്ള സോഴ്സുകളിൽ നിന്നല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ പുറകെ നിൽക്കത്തില്ല. എനിക്ക് 15% 20% മതി, എൻ്റെ ഹാർഡ് ആൻഡ് മണി കളയാൻ എനിക്ക് താല്പര്യമില്ല എന്നുള്ള രീതിയിലുള്ള ഡിസിഷൻ അവരെ എടുക്കേണ്ടത്.